നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് 10th ലെവൽ പ്രിലിംസ് ഇന്ത്യൻ ജോഗ്രഫി ബേസിക് ഫാക്റ്റ് ആണ് കേട്ടോ. അതിലാദ്യം നമ്മൾ നോക്കുന്നത് ഇന്ത്യ. ഓക്കെയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങൾ ഏതൊക്കെ? നമ്മുടെ സ്ഥിരം ചോദ്യമാണ് ഏത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാര് നമ്മുടെ ഇന്ത്യയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളിൽ ഒന്ന്. രണ്ടാമത്തവനാണ് ഇന്ത്യയെ മുറിച്ചുണ്ടാക്കിയവനാര്? പാകിസ്ഥാൻ അല്ലേ? പാകിസ്ഥാനാണ്. ഞാൻ എഴുതുന്ന സ്ഥലത്താണ് കേട്ടോ പാകിസ്ഥാൻ. ഇനി അടുത്തതാണ് ഏത്? നേപ്പാളാണ്. ഇതാണ് നേപ്പാൾ. ഓക്കെയാണ്. അടുത്തത് ഭൂട്ടാനാണ്. ഇവിടെ എന്താണ്? ബംഗ്ലാദേശ്. ഭൂട്ടാൻ, ബംഗ്ലാദേശ്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളെന്ന് ചോദിക്കുമ്പോൾ ആദ്യം ആര്? ഇന്ത്യ, അടുത്തത് പാകിസ്ഥാൻ, അടുത്തത് ആര്? നേപ്പാൾ, അടുത്തത് ഭൂട്ടാൻ, അടുത്തത് ബംഗ്ലാദേശ്. അപ്പം എത്ര എണ്ണമായിടാ? 5 എണ്ണമായി. ഇനി ഇത് കൂടാതെ ഇതാണ്ട് ഇവിടെ കണ്ട ഇതാണ് ശ്രീലങ്ക. ഓക്കെയാണ്. അപ്പോൾ ഇതാണ് ആര്? ശ്രീലങ്ക. അപ്പോൾ ശ്രീലങ്കയുമായി. ഇനി ഇവിടെ ഒരുത്തനുണ്ട്, അവനാണ് ആര്? മാലിദ്വീപ്. ഓക്കെയാണ്. മാലിദ്വീപ്. അപ്പോൾ അവനാണ് ആര്? മാലിദ്വീപ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണടാ? 7 രാജ്യങ്ങളാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആകെ രാജ്യങ്ങൾ. അതിൽ ഏറ്റവും വലിയ രാജ്യം ചോദിച്ചാൽ നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും. ഏറ്റവും വലിയ രാജ്യം ആര് തന്നെയാണ്? നമ്മൾ ഇന്ത്യ തന്നെയാണ് ഏറ്റവും വലിയ രാജ്യം അല്ലേ? ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യം എന്ന് പറഞ്ഞാൽ അതാണ്ട് ഈ തെന്നി തെറിച്ച് കിടക്കുന്നതാണ് കണ്ട മാലദ്വീപ്. അതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ചെറിയ രാജ്യം. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കര അതിർത്തി മാത്രം പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? അത് ഭൂട്ടാനാണ് കേട്ടോ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ കര അതിർത്തി മാത്രം പങ്കിടുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ചെറുത് ചോദിച്ചാൽ അത് ഭൂട്ടാനാണ് കേട്ടോ. ഭൂട്ടാൻ. അബദ്ധവശാൽ നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചപ്പോൾ ഓപ്ഷൻ എ 5, ബി 6, സി 8, ഡി 9 എങ്ങനെയാണ് ഓപ്ഷൻ വന്നത് എങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും അവിടെ ആൻസർ എഴുതേണ്ടത് 7 6 അല്ലെങ്കിൽ 8 ഒന്നുമല്ല. അവിടെ ആൻസർ എന്താണെന്ന് എഴുതണം? 5 എന്ന് എഴുതണം കേട്ടോ. കാരണം ഈ പറയുന്ന ശ്രീലങ്ക, മാലിദ്വീപ് എന്നിവ NCERT ടെക്സ്റ്റ് ബുക്ക് പ്രകാരം എന്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലടാ? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാജ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഏതൊക്കെ വരത്തുള്ളൂ? ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക മാത്രമേ വരത്തുള്ളൂ കേട്ടോ. ഓക്കെയാണേ. ഇനി അടുത്തതാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ. അപ്പോൾ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നോക്കടാ, ഇന്ത്യയുടെ അയൽ രാജ്യമാണ് നമ്മൾ ദാണ്ട് ഈ പറഞ്ഞ ആര്? പാകിസ്ഥാൻ. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഒന്നാണ് ഏത്? പാകിസ്ഥാൻ. അപ്പോൾ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ 1 പാകിസ്ഥാൻ. 2 ദാണ്ട് ഈ കിടക്കുന്ന ഗ്യാപ്പിൽ കണ്ടാടാ കൂട്ടിമുട്ടി കിടക്കുന്നത് അഫ്ഗാനിസ്ഥാൻ. അപ്പോൾ രണ്ടാമത്തവൻ അഫ്ഗാനിസ്ഥാൻ. ഇനി ഈ കിടക്കുന്നത് ആരാണ്? ചൈന. അപ്പോൾ മൂന്നാമത്തവൻ ചൈന. ഇനി ഇതാണ്ട് ഇവൻ ആര്? നേപ്പാൾ. അടുത്ത ഇവൻ ആര്? ഭൂട്ടാൻ. നേപ്പാൾ, ഭൂട്ടാൻ. അപ്പോൾ എത്ര എണ്ണമായി? ഇപ്പം നിലവിൽ 5 എണ്ണമായി. ഇനി ഇതാ ഈ കിടക്കുന്ന ഇവനെ കണ്ട ഇവനാണ് ആര്? മ്യാൻമർ. ഓക്കെയാണ്. മ്യാൻമർ. അപ്പോൾ 6 എണ്ണമായി. ഇനി ഇവനാണ് ആര്? ബംഗ്ലാദേശ്. അപ്പോൾ 7ാമത്തവൻ ആര്? ബംഗ്ലാദേശ്. ഈ 7 പേരാണ് ഇന്ത്യയുടെ കര അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യങ്ങൾ. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമർ, ബംഗ്ലാദേശ്. ഇനി ഇത് കഴിഞ്ഞിട്ട് അതാണ്ട് ഇവിടെ ഒരുത്തനുണ്ട്, അവനാണ് ആര്? ശ്രീലങ്ക. നമ്മൾ നേരത്തെ സ്ലൈഡിൽ കണ്ടല്ലേ? ഈ ലക്ഷദ്വീപിൻ്റെ താഴെയായിട്ട് ഇവിടെയായിട്ട് ഇത് ലക്ഷദ്വീപ് എന്നല്ല, ലക്ഷദ്വീപ് ഇങ്ങോട്ട് ഇരിക്കുവാണെന്ന് ചിന്തിക്കുക. ഇങ്ങ് താഴെയായിട്ട് ആരുണ്ടാ? മാലിദ്വീപ്. അങ്ങനെ ആകെ മൊത്തം എത്ര രാജ്യങ്ങളാണടാ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ചോദിച്ചാൽ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുടെ എണ്ണം 9 കേട്ടോ. 9. ആ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും വലുത് ചോദിച്ചാൽ ആരാണ്? അത് ചൈനയാണ് ഏറ്റവും വലുത് കേട്ടോ. ഏറ്റവും ചെറുത് ചോദിച്ചു കഴിഞ്ഞാൽ ആര്? അത് മാലിദ്വീപാണ്. അതായത് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഏറ്റവും ചെറിയ അയൽ രാജ്യം. ഇനി ഇന്ത്യയുമായി കര അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ. ഓക്കെ. ആ രാജ്യങ്ങളിൽ ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാൽ ആരാണ് ഉത്തരം? അവൻ്റെ ഉത്തരം ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ആരുമല്ലടാ, അവനാണ് ആര്? നമ്മുടെ ഭൂട്ടാനാണ് കേട്ടോ. അവിടുത്തെ ആൻസർ ചോദിച്ചാൽ ഇതാണ് ഭൂട്ടാൻ. ഓക്കെയാണേ. ഇനി ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പരീക്ഷയ്ക്ക് ചോദിച്ച അടുത്തൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ആര്? പാകിസ്ഥാനുമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ
അത് രാജസ്ഥാനാണ് കേട്ടോ. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ചോദിച്ചാൽ ഏതാണ്? അത് രാജസ്ഥാനാണ് കേട്ടോ, രാജസ്ഥാൻ. ഇതേ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ പ്രദേശങ്ങൾ ചോദിച്ചാൽ ഏതാടാ? 1 ഗുജറാത്ത്, 2 രാജസ്ഥാൻ, 3 പഞ്ചാബ്. 3 സംസ്ഥാനങ്ങളാണ് ആരുമായിട്ട്? പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ 3 എണ്ണമാണ് കേട്ടോ. ഇനി ഇത് കൂടാതെ ഇതാ കണ്ട ജമ്മു ആൻഡ് കാശ്മീരും ലഡാക്കും കണ്ട ഈ ജമ്മു ആൻഡ് കാശ്മീരിനും ജമ്മു ആൻഡ് കാശ്മീരിനും ഇവിടെ, ലഡാക്കിന് ഈ പറഞ്ഞ പ്രദേശത്ത് കണ്ട പാകിസ്ഥാനുമായിട്ട് അതിർത്തിയുണ്ട്. അപ്പോൾ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ 3 എണ്ണമാണ്. യൂണിയൻ ടെറിട്ടറി ചോദിച്ചാൽ എന്താണ്? 2 യൂണിയൻ ടെറിട്ടറിയാണ്. പരീക്ഷയ്ക്ക് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പാകിസ്ഥാനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്നായിരുന്നു ചോദ്യം. ആൻസർ ഏതാണ്? അത് രാജസ്ഥാനാണ് കേട്ടോ, രാജസ്ഥാൻ. അപ്പം നമ്മളത് പരീക്ഷയ്ക്ക് ചോദിക്കും ചൈനയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാര്? വേറെ ആരുമല്ലടാ, അത് അരുണാചൽ പ്രദേശാണ് കേട്ടോ. ചൈനയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അതുപോലെ തന്നെ മ്യാൻമർ കണ്ട മ്യാൻമറുമായും ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ആര്? അരുണാചൽ പ്രദേശാണ് കേട്ടോ. ചൈനയുമായും മ്യാൻമറുമായും ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ് കേട്ടോ, അരുണാചൽ പ്രദേശ്. ഇനി ഇവിടെ കിടക്കുന്ന ബംഗ്ലാദേശ് കണ്ട ബംഗ്ലാദേശ് അവനുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ആര്? വെസ്റ്റ് ബംഗാളാണ് കേട്ടോ, വെസ്റ്റ് ബംഗാളാണ് ആര്? ബംഗ്ലാദേശുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് വെസ്റ്റ് ബംഗാളാണ് കേട്ടോ, വെസ്റ്റ് ബംഗാൾ. ഇനി നേപ്പാൾ കണ്ട നേപ്പാളുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം അത് ബീഹാറാണ് കേട്ടോ. നേപ്പാളുമായിട്ട് ചോദിച്ചാൽ ആര്? അത് ബീഹാറാണ് നേപ്പാളുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം കേട്ടോ. ഇനി ഭൂട്ടാൻ ഉണ്ടല്ലോ, ഭൂട്ടാനുമായിട്ടാണ് എങ്കിൽ അവൻ്റെ ഉത്തരം എന്താണ്? അത് ആസാമാണ് കേട്ടോ. ഭൂട്ടാനുമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഉത്തരം ആസാമാണ്. അപ്പോൾ ഇത്രയും എന്ത് ചെയ്യണം? കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. കാരണം പാകിസ്ഥാനുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്, രാജസ്ഥാൻ. അതുകൊണ്ട് ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം? നമ്മൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി പഠിച്ചു വെച്ചേക്കണേ. ഇനി ഇന്ത്യയുടെ അതിർത്തികളാണ് കേട്ടോ, ഇന്ത്യയുടെ അതിർത്തി രേഖകൾ. അപ്പോൾ ഇന്ത്യയുടെ അതിർത്തി രേഖകളിൽ ഒന്നാണ് ഏത്? മക്മോഹൻ രേഖ. ഓക്കെയാണ്. അപ്പോൾ ഇന്ത്യയുടെ അതിർത്തി രേഖകളിൽ ഒന്നാണ് ഏത്? മക്മോഹൻ രേഖ. ആ മക്മോഹൻ രേഖ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അന്താരാഷ്ട്ര അതിർത്തിയാണ് എന്ത്? മക്മോഹൻ രേഖ കേട്ടോ. ഇന്ത്യയും ചൈനയുമായിട്ടുള്ള അന്താരാഷ്ട്ര അതിർത്തിയാണ് ഏത്? മക്മോഹൻ രേഖ. ഈ മക്മോഹൻ രേഖ ആരാണ് നിർണയിച്ചത് എന്ന് ചോദിച്ചാൽ അത് ആൽബർട്ട് ഹെൻറി മക്മോഹൻ എന്ന് പറയുന്ന വ്യക്തിയാണ് കേട്ടോ. ആൽബർട്ട് ഹെൻറി മക്മോഹനാണ്. അപ്പോൾ ഈ ആൽബർട്ട് ഹെൻറി മക്മോഹൻ്റെ പേരിൽ നിന്നാണ് ഏത്? ഈ മക്മോഹൻ രേഖ വന്നത്. നമ്മൾ ഈ പറയുന്ന അരുണാചൽ പ്രദേശ് കണ്ടല്ലോ, അരുണാചൽ പ്രദേശിൻ്റെ ഇത് കണ്ട ഈ പറയുന്ന പോർഷനാണ് ഈ കാണിക്കുന്ന പോർഷൻ കേട്ടോ, ഈ ചുവപ്പിട്ട് വരച്ചേക്കുന്ന പോർഷൻ. അപ്പോൾ ഇത് അരുണാചൽ പ്രദേശിൻ്റെ പോർഷനായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ അരുണാചൽ പ്രദേശിലാണ് ഇത് മക്മോഹൻ രേഖ. ഇനി വേറൊരു കാര്യം കൂടെ നമ്മൾ പഠിച്ചു വെച്ചേക്കണം. നമ്മളിപ്പോൾ ഇന്ത്യ ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഇത് ജമ്മു ആൻഡ് കാശ്മീരാണ് അല്ലേ? ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഇവിടെയായിട്ട് എന്താണ്? ഒരു സൈനിക അതിർത്തി ഉണ്ടാ. ഇതാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറയും കേട്ടോ, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സൈനിക അതിർത്തിയാണ് ഏത്? ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ കേട്ടോ. സൈനിക അതിർത്തിയാണ് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. ഈ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ഇവിടെയാണ്. ഇത് ഇത് ആക്സാച്ചിൻ ഭൂപ്രദേശമാണ് കേട്ടോ. ആക്സാച്ചിൻ ഭൂപ്രദേശം ചൈനയുടെ അധീനതയിലാണ്. അതും നമ്മുടെ ലഡാക്ക് ഉണ്ടല്ലോ, നമ്മുടെ ലഡാക്കുമായിട്ടുള്ള ഒരു സൈനിക അതിർത്തിയാണ് ഏത്? LAC. ഓക്കെ, ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. ഇനി ശ്രീലങ്ക. ഓക്കെയാണ്. ശ്രീലങ്കയുമായിട്ടുള്ള ഇന്ത്യയുടെ അതിർത്തി ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു കേട്ടോ, അത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചേക്കണം. ശ്രീലങ്കയുമായിട്ടുള്ള ഇന്ത്യയുടെ അന്താരാഷ്ട്ര അതിർത്തിയാണ് 1 ഗൾഫ് ഓഫ് മാന്നാർ. ഓക്കെയാണ്. അതിൻ്റെ മലയാളമാണ് മാന്നാർ ഉൾക്കടൽ. ഓക്കെയാണ്. 2 പാക് കടലിടുക്ക്. ഓക്കെയാണ്. പാക് കടലിടുക്ക്, അതായത് പാക് സ്ട്രെയിറ്റ് എന്ന് പറയും കേട്ടോ, പാക് സ്ട്രെയിറ്റ് എന്ന് പറയും. ഓക്കെ, അതായത് ഇതാണ് പാക് സ്ട്രെയിറ്റ്, അഥവാ ഈ പറയുന്ന ഇതാണ് പാക് സ്ട്രെയിറ്റ്. ഓക്കെയാണ്, അഥവാ ഗൾഫ് ഓഫ് മാന്നാർ എന്ന് പറയുന്നത് കേട്ടോ.
അപ്പം നമ്മുടെ അടുത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള അന്താരാഷ്ട്ര അതിർത്തി ഏത് എന്ന് ചോദിച്ചു. ഓപ്ഷൻ എ പാക് കടലിടുക്ക്, ബി മാന്നാർ കടലിടുക്ക് എന്നാണ് വന്നത്. പെട്ടെന്ന് നോക്കുന്നവൻ പാക്കെന്നും മാന്നാറെന്നും കിടക്കുന്നത് കൊണ്ട് അയ്യോ രണ്ടും ആൻസർ അല്ലേ എന്ന് വിചാരിക്കും. എടാ ആലോചിക്കണം, പാക്ക് എന്ന പേരിൽ കടലിടുക്കാണ് കേട്ടാ. മാന്നാർ എന്താണെടാ? ഉൾക്കടലാണ്. അപ്പോൾ എന്താണ് ഉൾക്കടൽ, അതുപോലെ എന്താണ് കടലിടുക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. കടലിടുക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് കടലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെറിയ കനാലാണ് ഏത്? കടലിടുക്ക്. ഓക്കെ, രണ്ട് കടലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചെറിയ കനാലാണ് എന്ത്? കടലിടുക്ക്. എന്നാൽ ഉൾക്കടൽ എന്ന് പറഞ്ഞാലാടാ കരയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന സമുദ്രഭാഗത്തെ വിളിക്കുന്ന പേരാണെന്ത്? കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗം. കരയാൽ ചുറ്റപ്പെട്ട സമുദ്രഭാഗമാണടാ എന്ത്? ഈ പറയുന്ന ഉൾക്കടൽ. അപ്പോൾ നമുക്ക് ആൻസർ ഗൾഫ് ഓഫ് മാന്നാർ അഥവാ മാന്നാർ ഉൾക്കടലെന്നോ പാക് കടലിടുക്കെന്നോ വന്നാലേ നമ്മൾ ഉത്തരം എഴുതി വയ്ക്കാവുള്ളൂ കേട്ടാ. ഇനി പാക് കടലിടുക്കില്ലേ, പാക് കടലിടുക്കിന് പേര് വരാൻ കാര്യം റോബർട്ട് പാക്ക് എന്ന് പറയുന്ന ഒരു മദ്രാസ് ഗവർണർ ജനറൽ ഉണ്ടായിരുന്നു കേട്ടാ. 18-ാം നൂറ്റാണ്ടിൽ മദ്രാസിൽ ഒരു ഗവർണർ ജനറൽ ആയിരുന്നു ആര്? റോബർട്ട് പാക്ക്. അദ്ദേഹത്തിനോടുള്ള സ്മരണാർത്ഥമായിട്ടാണ് എന്ത് ചെയ്തത്? പാക് കടലിടുക്കിന് പേര് വന്നത്. അതാണ്ടേടാ അതിലൊരു ഫിഗറാണ് ഇത് കേട്ടാ. ഇൻ കേസ് നമ്മളടുത്ത് ഇന്ത്യയും ശ്രീലങ്കയുമായിട്ടുള്ള അതിർത്തി ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ആദംസ് ബ്രിഡ്ജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദംസ് ബ്രിഡ്ജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവും ഏത് തന്നെയാണ്? ഈ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലെ അതിർത്തി എന്ന് തന്നെയാണ് കേട്ടോ. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലെ അതിർത്തി. ഓക്കെടാ. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു, ഇപ്പം ഞാൻ കുറച്ച് മുമ്പേ ഒരു ഓപ്ഷൻ പറഞ്ഞല്ലേ, ഇപ്പം പാക് കടലിടുക്ക് അതുപോലെ തന്നെ മാന്നാർ കടലിടുക്ക് എന്ന് വന്നു കഴിഞ്ഞാൽ പാക് കടലിടുക്ക് എന്നാണ് ആൻസർ എഴുതേണ്ടത്. എന്നാലേടാ പരീക്ഷയ്ക്ക് നമ്മളുടെ അടുത്ത് ചോദിച്ചായിരുന്നു, മറ്റൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. അപ്പോൾ എന്താണ്? ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന അതിരേത് എന്ന് ചോദിച്ചായിരുന്നു കേട്ടോ. അതിരേതെന്ന് ചോദിച്ചിട്ട് അവിടെ ഓപ്ഷൻ വന്നത് കച്ച്, കാംബെ, 8 ഡിഗ്രി ചാനൽ അങ്ങനെയൊക്കെയാണ് ഓപ്ഷൻ വന്നത്. അതിൽ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് എന്തെന്നായിരുന്നു? മാന്നാർ കടലിടുക്ക് എന്നായിരുന്നു ഓപ്ഷൻ ഡി വന്നത് കേട്ടോ. അപ്പോൾ അവിടെ മാന്നാർ കടലിടുക്ക് എന്നാണ് ഓപ്ഷൻ ഡി വന്നത്. അവിടെ വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് എന്താണ്? മാന്നാർ കടലിടുക്ക് നമ്മൾ ആൻസറായിട്ട് എഴുതി കേട്ടോ. ഓക്കെയാണേ, ഇതൊന്ന് അറിഞ്ഞ് വെച്ചേക്കണേ. അവിടെ പരീക്ഷയ്ക്ക് എന്ന് നോക്കുന്ന സമയത്ത് അയ്യോ ഇത് തെറ്റാണ് എന്ന് വിചാരിക്കരുത്, അതങ്ങ് എഴുതി വെച്ചിട്ട് ഇറങ്ങി വന്നാൽ മതി കേട്ടോ. ഇനി ഇന്ത്യക്കും മാലിദ്വീപിനും ഇടയിലെ അന്താരാഷ്ട്ര അതിർത്തി ചോദിച്ചാൽ അത് 8 ഡിഗ്രി ചാനലാണ് കേട്ടോ. ഏതെന്ന് വെച്ചാൽ ഏതാണ്? അത് 8 ഡിഗ്രി ചാനലാണ്. ഏത്? ഇന്ത്യക്കും മാലിദ്വീപിനും ഇടയിലെ അന്താരാഷ്ട്ര അതിർത്തി. ഓക്കെയാണ്. ഈ പറയുന്ന മാലിദ്വീപിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ യൂണിയൻ്റെ പ്രദേശം ചോദിച്ചാൽ അത് നമ്മുടെ ലക്ഷദ്വീപാണ് കേട്ടോ. ലക്ഷദ്വീപ്. ലക്ഷദ്വീപിലെ ഏത് ദ്വീപാണ് ഇതിനോട്, അതായത് മാലദ്വീപിനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് മിനിക്കോയ് ഐലൻഡാണ് കേട്ടോ. ഏതാണ്? മിനിക്കോയ് ഐലൻഡ്. അതാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലെ അന്താരാഷ്ട്ര അതിർത്തി ചോദിച്ചാൽ അത് റാഡ്ക്ലിഫ് രേഖയാണ് കേട്ടോ. ഏതാണ്? റാഡ്ക്ലിഫ് രേഖ. 1947 സർ സിറിൽ റാഡ്ക്ലിഫാണ് റാഡ്ക്ലിഫ് രേഖ നിർണ്ണയിച്ചത്. അന്ന് പടിഞ്ഞാറൻ പാകിസ്ഥാൻ ഉണ്ടല്ലേ, അപ്പോൾ ഇതാണ് പടിഞ്ഞാറൻ അന്നത്തെ പാകിസ്ഥാൻ. ഇതാണെന്ത്? അന്നത്തെ കിഴക്കൻ പാകിസ്ഥാൻ. കിഴക്കൻ പാകിസ്ഥാനാണ് ഇന്നത്തെ ബംഗ്ലാദേശ്. ഈ കിഴക്കൻ പാകിസ്ഥാനും അതുപോലെ തന്നെ ഈ പറയുന്ന പടിഞ്ഞാറൻ പാകിസ്ഥാനും അതുപോലെ ഇന്ത്യയും തമ്മിലുള്ള അതിർത്തിയാണെന്ത്? റാഡ്ക്ലിഫ് രേഖയായിട്ട് നിർണ്ണയിച്ചത് കേട്ടോ. ഇത് 1947 എന്താണ് ഈ പറയുന്ന അതിർത്തി നിർണ്ണയിച്ച സമയത്തായിരുന്നു ഇങ്ങനെ. അപ്പം നിലവിൽ ഏതാണ് ഈ പറയുന്ന ബംഗ്ലാദേശിന് അവിടെയുള്ള റാഡ്ക്ലിഫ് രേഖ എന്ന് പറയുന്ന സംഭവം ഇല്ല. അത് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള ഔദ്യോഗിക അതിർത്തി നിർണ്ണയ രേഖയായിട്ട് എന്താണ് നമ്മൾ നിലവിൽ കണക്കാക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ റാഡ്ക്ലിഫ് രേഖ 1947 നിലവിൽ വന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അന്താരാഷ്ട്ര അതിർത്തിയാണ്. സർ സിറിൽ റാഡ്ക്ലിഫാണ് എന്ത് ചെയ്തത്?
ഈ പറയുന്ന രേഖ നിർണയിച്ചത്? ഇനി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക അതിർത്തി, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക അതിർത്തിയാണ് ലൈൻ ഓഫ് കൺട്രോൾ. നമ്മൾ LOC എന്ന് പറയും കേട്ടോ. LOC. ഇപ്പോൾ ഇവിടെ ഞാൻ എന്താണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ മുകൾ ഭാഗം വരച്ചെന്നിരിക്കട്ടെ. എന്താണ്ടേടാ ഈ ഒരു ഭാഗം കണ്ട, ഈ ഒരു ഭാഗം ഇതാണ് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ കേട്ടോ. പാക് അധിനിവേശ കാശ്മീർ. പാക് അധിനിവേശ കാശ്മീർ പാകിസ്ഥാൻ പിടിച്ചടക്കിയ വർഷം. പാക് അധിനിവേശ കാശ്മീർ പാകിസ്ഥാൻ പിടിച്ചടക്കിയ വർഷം 1947 കേട്ടോ. 47. അതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ വിശദമായിട്ട് ക്ലാസ്സുകളിൽ നമുക്ക് എന്താണ് അതൊക്കെ പഠിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, ഈ പറഞ്ഞ POKയും ഇതാണ്ട് നമ്മുടെ ലഡാക്കും ഉണ്ടല്ലോ, POKയും ലഡാക്കും തമ്മിലുള്ള അതിർത്തിയാണെന്ത്? LOC കേട്ടോ. LOC. ഇത്രയും എന്ത് ചെയ്യണം? ഒന്നും പഠിച്ചില്ലെങ്കിലും നമ്മൾ ഇത്രയും കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കണേ. ഇനി ഇന്ത്യ അതുപോലെ തന്നെ ബംഗ്ലാദേശ്. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലെ അതിർത്തിയാണ് ഏത്? തീൻബെഗ്ഗ കോറിഡോർ കേട്ടോ. ഏതാണ്? തീൻബെഗ്ഗ കോറിഡോർ. അപ്പോൾ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലെ അന്താരാഷ്ട്ര അതിർത്തി ചോദിച്ചാൽ ഏതാണ്? അത് തീൻബെഗ്ഗ കോറിഡോറാണ് കേട്ടോ. തീൻബെഗ്ഗ കോറിഡോർ. അപ്പം തീൻബെഗ്ഗ കോറിഡോർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ദഹർഗാം, ഓക്കെയാണ്, ദഹഗ്രാം, അതുപോലെ ആങ്കൽപേട്ട. ഈ 2 പ്രദേശങ്ങൾ ആരുടെ? ബംഗ്ലാദേശിൻ്റെ പ്രദേശങ്ങളാണ് കേട്ടോ. ദഹഗ്രാം, ആങ്കൽപേട്ട എന്നീ പ്രദേശങ്ങൾ ആരുടേതാണെടാ? ബംഗ്ലാദേശിൻ്റേതാണ്. ഏത്? ദഹഗ്രാം, ആങ്കൽപേട്ട. ഈ 2 സ്ഥലങ്ങളും ഇവിടെ ഇന്ത്യയുടെ അകത്തോട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം നോക്കടാ, ഒരു രാജ്യത്തിൻ്റെ ഭൂപ്രദേശം മറ്റൊരു രാജ്യത്തിൻ്റെ ഭൂപ്രകൃതിക്കുള്ളിലാണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എൻക്ലേവുകൾ എന്ന് വിളിക്കും കേട്ടോ. എന്തെന്ന് വിളിക്കും? എൻക്ലേവ്. ഓക്കെയാണ്. അപ്പോൾ ദഹഗ്രാം, ആങ്കൽപേട്ട എൻക്ലേവുകളെ ആരുടെ? ബംഗ്ലാദേശുമായി ബന്ധിപ്പിക്കുന്നതാണ് ഏത്? തീൻബെഗ്ഗ കോറിഡോർ. അത് കൃത്യമായിട്ട് ജസ്റ്റ് ഒന്ന്